നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആണുങ്ങളെ നോക്കുമ്പോ പലതും കാണും. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. കേട്ടുമോളെ, ഞാൻ എല്ലാം കേട്ടു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ ഭീകരമാണ് കാര്യം. ചേച്ചി, രാത്രി ആയാലും സുജാത ദത്തൻ സാറിന് സ്വൈര്യം കൊടുത്തിട്ടില്ല. എന്താ? രണ്ടുപേരും കൂടെ കുറേ നേരം കുശുകുശുക്കുന്നത് ഞാൻ കേട്ടതാ. എന്തിനായിരിക്കും ഈ നേരത്തെ വിളിച്ച് സംസാരിക്കുന്നത്? അവരുടെ പ്രേമം ഊട്ടി ഉറപ്പിക്കാൻ, അല്ലാതെന്താ? മോളെ, ഇത് വെറും ഊഹമല്ല, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ദത്തൻ സാർ അവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടതാ. നേരാണോ ചേച്ചി? അതേ മോളെ, അവള് ജോലി ഉപേക്ഷിച്ച് ദത്തൻ സാറിന്റെ കൂടെ നിൽക്കാമെന്നാ പറയുന്നേ. അതെന്തിനാ? അപ്പൊ പിന്നെ ഫുൾ ടൈം സാറിനെ അങ്ങ് സേവിക്കാലോ. അതിലും ഭേദം കൂടെ ജോലി ചെയ്യുന്നതല്ലേ? അതാവുമ്പോ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ മോളെ. ഇപ്പൊ മോൾക്കാണെങ്കിൽ പണിയൊന്നും ഇല്ലല്ലോ. ചേച്ചി, മോളോട് മത്സരിക്കണമെങ്കിൽ അവള് ഫുൾ ടൈം വീട്ടമ്മയാവണ്ടേ? വീട്ടമ്മമാരെയാണ് ദത്ത സാറിന് ഇഷ്ടമെന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ദത്തേട്ടൻ എന്ത് പറഞ്ഞു? തൽക്കാലം ജോലി ഉപേക്ഷിക്കണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ അവള് പറയുക, എന്നാ പിന്നൊരു നീണ്ട ലീവ് എടുക്കാന്ന്. എന്നിട്ട് ദത്തേട്ടൻ സമ്മതിച്ചോ? ഇല്ല, സാർ ചത്താലും അതിന് സമ്മതിക്കില്ല. ഇതിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? മോളും സുജാതയും ഒന്നും വിചാരിക്കുന്നത് പോലെ വീട്ടമ്മമാരെ അല്ല ദത്ത സാറിന് താല്പര്യം, ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ. ദത്തേട്ടൻ അങ്ങനെ പറഞ്ഞു? എന്തിനാ പറയുന്നേ? ആ വർത്താനം കേട്ട അറിയില്ലേ? സാർ അവളെ ഒരുപാട് ആശ്വസിപ്പിച്ചു. അവര് തമ്മിൽ പിരിയാനാവാത്ത പോലെ അടുത്ത് കഴിഞ്ഞു മോളെ. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചെമ്പകശ്ശേരി തറവാടിനാകെ നാണക്കേടാകും. മോൾക്കറിയാമോ, ദത്ത സാർ അവളോട് പറയാ, പ്രിയപ്പെട്ട സുജാതെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല. ഓടി ഒളിക്കാനാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവൂന്ന്. എന്താ അതിന്റെ അർത്ഥം? പച്ചരി കഴിക്കുന്ന ഈ നാട്ടിലെ ഏതു കൊച്ചു കുഞ്ഞിനു പോലും കേട്ടാ മനസ്സിലാവില്ലേ? പ്രണയം, അതിതീവ്രമായ പ്രണയം. ലോകം മുഴുവൻ എതിർത്താലും സാർ അവളെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നല്ലേ പറഞ്ഞത്? തീർന്നില്ല. സുജാതെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനില്ലേ എന്നും സാറ് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞോ? പറഞ്ഞു. ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. ഇതാ മോളെ, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഈ ആണുങ്ങളെ സ്നേഹിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം സ്നേഹിക്കാൻ. ചുമ്മാ വെറുതെ അങ്ങ് സ്നേഹിച്ചാ പോരാ, സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് കൂടി തോന്നണം. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ചുമ്മാതെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് നിന്ന്, ചേട്ടാ ചായ വേണോ, ചേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ, തലവേദനയാണോ, മരുന്ന് വല്ലതും വേണോ, നെറ്റിയിൽ ബാമ്പല്ലോ പുറ്റിത്തരണോന്നൊക്കെ അങ്ങ് ചോദിക്കണം. തോർത്തുടുത്തുകൊണ്ട് അവര് കുളിമുറിയിൽ കയറുന്നത് കണ്ടാലും കുറച്ചു കഴിയുമ്പോ നമ്മൾ ചെന്ന് ചോദിക്കണം, ചേട്ടാ തോർത്തെടുത്തിട്ടുണ്ടോന്ന്. ചുമ്മാ അകത്തോട്ട് എത്തി നോക്കി ചോദിക്കണം, പുറത്ത് സോപ്പ് തേച്ച് തരട്ടേന്ന്. അവര് 10 തവണ തലതോർത്തുന്ന കണ്ടാലും ഓടിച്ചെന്ന് തോർത്ത് വാങ്ങി തല തോർത്തി കൊടുക്കണം. രാസ്നാദിപ്പൊടി തിരുമ്മി തരട്ടെ ചേട്ടാ, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി പനി പിടിക്കുമെന്നൊക്കെ പറയണം. പിന്നെ ചുമ്മാ തലമുടിയൊക്കെ അങ്ങ് ചീ കൊടുക്കണം. എത്ര ഒതുങ്ങാത്ത വൃത്തികെട്ട മുടിയാണെങ്കിലും ചേട്ടന്റെ കുരുവിക്കൂട് കാണാൻ എന്തൊരു സൗന്ദര്യം എന്ന് വെച്ചങ്ങ് കാച്ചിയാക്കണം. ഇതൊന്നും പോരാതെ ഏത് സ്പ്രേയാ ചേട്ടൻ അടിച്ചിരിക്കുന്നത്? എന്തൊരു മണം എന്നുകൂടി അങ്ങ് അലക്കിയ അവര് ഡിം തേ കിടക്കണം. ഇത്രയേ ഉള്ളു കാര്യം. കല്യാണം കഴിക്കാത്ത എനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, സന്യാസിമാരെല്ലാം കല്യാണം കഴിച്ചിട്ടല്ല പ്രണയകാവ്യങ്ങൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് ചില ജ്ഞാന ദൃഷ്ടികൾ ഉണ്ടാവും. അതിന് ആ വിഷയത്തിൽ നമുക്ക് പ്രായോഗിക ജ്ഞാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്ന് സൂര്യനിൽ പോയി നിന്നിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്, ആണോ? മോളോട് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, മോൾ ഇങ്ങനെ പാവമാകരുത്. ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങളെ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ചാ പോരാ, പ്രകടനം കൊണ്ട് അത് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ ചെയ്യാത്ത ഭാര്യമാരുടെ ഭർത്താക്കന്മാരാ ഇതുപോലെ അന്യ പെണ്ണുങ്ങളുടെ സുഖവിവരം അന്വേഷിച്ച് അങ്ങോട്ട് ചായുന്നത്.
എന്റെ മോള് കണ്ടിട്ടില്ലേ മരങ്ങൾ സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് വളഞ്ഞു പൊളഞ്ഞു പോകുന്നത്? നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ അങ്ങനെ വളയാനും പുളയാനും വിടരുത്. 24 മണിക്കൂറും ഉണ്ണാതെ ഉറങ്ങാതെ സൂര്യനായി കത്തി ജ്വലിച്ച് അവരുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചുയർന്ന് കണ്ണ് ചിമ്മാതെ കാവൽ നിൽക്കണം. അല്ല, മോൾ എന്താ ആലോചിക്കുന്നേ? എന്നാലും ഞാനെങ്ങനെയാ ചേച്ചി ദത്തിനൊന്ന് വശീകരിക്കുന്നേ? സ്വാമിയമ്മ പോലും പരാജയപ്പെട്ടു പോയ കേസാ. ഇതുപോലുള്ള കാര്യങ്ങളിൽ സാമ്യമ്മ പോലും നിസ്സഹായാണ് മോളെ. മന്ത്രങ്ങൾക്കും കൂടോത്രങ്ങൾക്കും അപ്പുറമാണ് ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ്. ഭർത്താവ് കളഞ്ഞിട്ട് പോയപ്പോഴാണ് സാമ്യമ്മ ആശ്രമം തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ കാര്യങ്ങൾ സാമ്യമ്മയെ നമ്മൾ നമ്പാൻ പാടില്ല. വല്ല ആവാഹനം, ഉച്ചാടനം, ശിരസ്സു പിളർത്തൽ, കൊലപാതകം ഇതൊക്കെ ചിലപ്പോ അവരെ കൊണ്ട് പറ്റിയേക്കും. ഇത് അതിലും ഭീകര കേസാ. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ മോള് തന്നെ വിചാരിക്കണം. അല്ലെങ്കിലും ഇനി സ്വാമിയമ്മയുടെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. എന്താ, പോലീസ് പിടിക്കുന്ന പേടിച്ചാണോ? അതല്ല, ഇനി നമ്മളെ കണ്ട അവർ ശപിച്ച് വല്ല പട്ടിയോ പൂച്ചയോ ആക്കി കളയും. ആ മാതിരി ചെയ്തല്ലേ നമ്മൾ അവരോട് ചെയ്തത്. അയ്യോ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെയല്ലേ നമ്മൾ അന്ന് അവരെ പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അയ്യോ എന്റെ പൊന്നെ, അതൊന്നും എന്നെ ഓർപ്പിക്കല്ലേ. അപ്പൊ ഞാൻ ഇനി കളിക്കളത്തിൽ നേരിട്ട് ഇറങ്ങണോ അല്ലേ? അല്ലെങ്കിലേ അധികം പെയ്യാതെ ദത്തൻ സാറ് സുജാതയുടെ വീട്ടിൽ താമസമാകും. എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു പെണ്ണെന്ന നിലയിൽ മോള് സർവ്വ അടവുകളും പുറത്തെടുത്തേ പറ്റൂ. ബെസ്റ്റ് വിഷസ്. കാര്യങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സ്ഥിതിക്ക് ഇനി അടിയും പിടിയും ഉണ്ടാക്കുന്നതിലൊന്നും അർത്ഥമില്ല. അനുനയം, വശീകരണം, അത് മാത്രമാണ് ഏക പോംവഴി. എനിക്ക് വശീകരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, എന്തിനുള്ള പുറപ്പെടാണോ എന്തോ. എന്തൊരു തന്തയാ മോളേത്. ഓ